എല്ലാവർക്കും ദീപ്താസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് മുട്ടയും കാബേജൊക്കെ വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് ചെയ്യുന്നത്. ഒരു തവണയെങ്കിലും നിങ്ങളിത് ട്രൈ ചെയ്യണം. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഈ ഒരു റെസിപ്പി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസിലുള്ള സബോള എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കനം കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വലിയ സബോളയാണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതിയാവും. ഇനി ഏകദേശം 1 മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ബ്രൗൺ കളറായിട്ട് വരേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് കളറൊക്കെ മാറിയിട്ടൊന്ന് സോഫ്റ്റായി കിട്ടിയാൽ മാത്രം മതി. 2 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഒരു വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി കൂടി പോരുത്. അതിൻ്റെ ഒരു ചെറിയൊരു ഫ്ലേവർ മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ളത് മാത്രം എടുത്താൽ മതി. ഇനി ഇത് നന്നായിട്ട് ചതച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതോടൊപ്പം തന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെയൊക്കെ പച്ചമണം നന്നായിട്ട് പോകുന്നവരെ 1 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെയൊക്കെ പച്ചമണം നന്നായിട്ട് മാറിക്കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമ്മൾ കാബേജാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ 1/2 കപ്പോളം കാബേജ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി കാബേജും സബോളയൊക്കെ കൂടി നന്നായിട്ടൊന്നും കൂടി വഴറ്റിയെടുക്കാം. ഏകദേശം ഒരു 3 മിനിറ്റോളം വഴറ്റിയെടുത്താൽ മതി. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ തന്നെ ഇളക്കി കൊടുത്താൽ മതി. കാബേജൊക്കെ പെട്ടെന്ന് സോഫ്റ്റായി കിട്ടും. ഇപ്പോൾ സബോളയും കാബേജൊക്കെ ചെറിയൊരു ഗോൾഡൻ കളറിൽ വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിൽ മതി. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി ചേർക്കാം. ഇതോടൊപ്പം തന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഏകദേശം ഒരു 1/2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് നാളികേരം ചേർത്ത് കൊടുക്കണം. മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തിട്ടാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ഇതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 4 ടേബിൾ സ്പൂൺ നാളികേരം ചിരകിയത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ പച്ചമുളകും കൂടി ചേർത്തിട്ടുള്ളതുകൊണ്ട് അതിൻ്റെ എരിവുണ്ടാവും. അപ്പോൾ 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാനിപ്പോൾ ചേർക്കുന്നുള്ളൂ. ഇനി ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. വെള്ളമൊന്നും ചേർക്കണ്ട. ഇതുപോലെ ചെറുതായിട്ടൊന്ന് പൊടിഞ്ഞ് കിട്ടിയാൽ മതി. ഇനി ഈ ഒരു നാളികേരത്തിൻ്റെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി തീയൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 1/2 മിനിറ്റ് കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. നാളികേരം നന്നായിട്ട് മൂത്ത് വരേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടിയാൽ മാത്രം മതി. ഇതെല്ലാം കൂടി ഒരു സൈഡിലേക്ക് മാറ്റിയിട്ട് ഇവിടെ കോഴിമുട്ട നമുക്ക് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്കായിട്ട് ഞാൻ 3 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി കോഴിമുട്ട സൈഡിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചിക്കി പൊരിച്ചെടുക്കാം. കോഴിമുട്ട നന്നായിട്ട് സ്ക്രാമ്പിൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. നിങ്ങളിതൊരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത്. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്